നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ പണി പാളുമോ? ഈ മേഖലയിലെ വിദഗ്ധരായ സോണി തോമസും സഞ്ജയ് ഗോപിനാഥും ചേർന്ന് രചിച്ച പുസ്തകത്തിൻ്റെ പ്രകാശനം തൃശ്ശൂരിൽ ടെക്കോസയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ PR ഷാനിജാണ് പ്രകാശന ക്രമം നിർവഹിച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന നിർമ്മിത ബുദ്ധി വന്നാൽ പണി പാളുമോ എന്ന വിഷയത്തിൽ വിദഗ്ധർ സംസാരിക്കുന്നത് കേൾക്കുക. പുസ്തകത്തിനെ കുറിച്ച് അവരുടെ പ്രസന്റേഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പുസ്തകം 100 പേജുള്ള പുസ്തകമാണ്. നമ്മൾ കുട്ടികൾക്ക് ഇത് ആവശ്യമുണ്ട്. സോ വി വാണ്ട് ടു ഗിവ് ഇറ്റ് ദേർ. ഏകദേശം ഒരു 70-80% പ്രോബബിലിറ്റിയിൽ പറയാം ഇത് ഡ്രൈ കഫ് ആണ്, അല്ലെങ്കിൽ കോവിഡ് ആണ്, കോവിഡിന്റെ സമയത്ത് കോവിഡ് കോഫ് ആണെന്നൊക്കെ പറയാൻ പറ്റും. അത് ഓഡിയോ സിഗ്നൽസ് അനലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ പിക്ചേഴ്സ് മാത്രമല്ല അനലൈസ് ചെയ്യുന്നത്, വീഡിയോ സിഗ്നൽസ്, ഓഡിയോ സിഗ്നൽസ്, എന്ത് വേണമെങ്കിൽ പവർ സിഗ്നൽസ് എന്ത് വേണമെങ്കിൽ അനലൈസ് ചെയ്ത് ഒരു പെട്ടെന്നുള്ള ഒരു ഇന്റലിജൻസ് നമുക്കൊരു ബുദ്ധി തരും. അവസാനം ഡോക്ടർ തന്നെയാണ് മരുന്ന് കൊടുക്കുന്നത്. ഡോക്ടർ തന്നെയാണ് പറയുന്നത്, ഓക്കെ ഇതാണ്, ഓക്കെ ഞാൻ സിംറ്റംസ് കണ്ടു, ഇപ്പോൾ എനിക്കൊരു ബാക്കപ്പ് ഉണ്ട്, എൻ്റെ മെഷീൻ പറഞ്ഞു ഇത് കോവിഡ് തന്നെയാണ്, അപ്പോൾ കോവിഡ് തന്നെയാണ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഹ്യൂമൻ ഇന്റർഫേസ് ഉണ്ട്. പിന്നെ വേറൊരു എക്സാമ്പിൾ എനിക്ക് ഓർമ്മ വരുന്നത് ട്രാഫിക് സിഗ്നൽസിൽ. ഇപ്പോൾ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുക വണ്ടികളെല്ലാം നിർത്തിയിട്ടാണ്, അപ്പോൾ എനിക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യണം. ഞാൻ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഞാൻ ഒരു 10-15 സെക്കൻഡ് കൂടുതൽ എടുക്കും അത് ക്രോസ് ചെയ്യാൻ. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു 25 സെക്കൻഡ്സ് ആൻഡ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ സീനിയർ സിറ്റിസൺ അല്ല, എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഈ കാലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സമയം എനിക്ക് വേണം. അപ്പോൾ അത് ട്രാഫിക് സിഗ്നൽ എങ്ങനെ മനസ്സിലാക്കും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്മൾ നോർമലായിട്ട് ഒരു 3 മിനിറ്റ് ക്രോസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആരും ഇല്ലെങ്കിലും 3 മിനിറ്റ് എടുക്കും. അപ്പോൾ വാഹനത്തിന്റെ ഗതാഗതം നിലച്ചു നിൽക്കുന്ന സമയമുള്ളൂ. അപ്പൊ അതും ഒരു കാര്യക്ഷമമായുള്ള ഒരു വസ്തുതയല്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു ക്യാമറ വെച്ചിരുന്നു. ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങൾ, ഇന്നത്തെ സമയത്ത് നടക്കുന്ന കാര്യം ഒരു ക്യാമറ വെച്ച് മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ നടക്കുന്ന വേഗത കണ്ട് ക്യാമറയ്ക്ക് മനസ്സിലാവുന്നു, ഓക്കെ സഞ്ജയ് സാധാരണ ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ സമയം എടുത്താണ് ഇത് ക്രോസ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ സമയം കൂട്ടി ആ ട്രാഫിക് സിഗ്നലിന്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യും. അത് 30 സെക്കൻഡിനുള്ളിൽ 45 സെക്കൻഡ് ആക്കും, 50 സെക്കൻഡ് ആക്കും. അപ്പൊ അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കായി വളരെ റിയൽ ടൈമിൽ ദ്രുതഗതിയിൽ ചെയ്ത് ഇത് നമുക്ക് പ്രയോജനപ്പെട്ട രീതി. ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞു, സോണി കൂടുതൽ എക്സാമ്പിൾസ് കവർ ചെയ്യുന്നതാണ്. ആഭ്യന്തരം വന്നപ്പോഴും ആൾക്കാർ വിചാരിച്ചു ഓക്കെ ഇത് നമ്മുടെ ജോലി മുഴുവൻ എടുക്കുമോ. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ, വ്യവസായവൽക്കരണം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതെല്ലാം എൻ്റെ ജോലി എടുക്കുമോ. ഇത് തന്നെയായിരുന്നു കമ്പ്യൂട്ടർ വന്നപ്പോൾ ഉണ്ടാക്കുക. എന്താണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലതരം ജോലികൾ ഓട്ടോമേറ്റഡ് ആവുന്നു, ചിലതരം ജോലികൾ മെഷീൻ എടുക്കുന്നതാണ് ബെറ്റർ. നമ്മുടെ കപ്പാസിറ്റി, കാര്യക്ഷമത വർദ്ധിക്കുന്നു, എഫിഷ്യൻസി വർദ്ധിക്കുന്നു, ബെറ്റർ ആവും. ഇനീഷ്യലി ഒരു കൈത്തറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വനിത മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ അത് നമുക്ക് ഇലക്ട്രിസിറ്റി വന്നപ്പോൾ അത് ഫാസ്റ്റായിട്ട് ചെയ്തു. അപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ അവർക്കത് ഡിസൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള തുണികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മെഷീൻ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ഉള്ളത് അത് തന്നെയാണ് ഈ കമ്പ്യൂട്ടർ വൽക്കരണത്തിൽ AI ഉണ്ടാകുന്നത്. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ആണ് ഈ കമ്പ്യൂട്ടർ ഏറ്റെടുക്കുന്നത്. ഇപ്പൊ ജേർണലിസം ആയാലും ഇപ്പൊ എന്റെ ഏരിയ മാർക്കറ്റിംഗ് ആയാലും എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ഇപ്പൊ തന്നെ പ്രസ് റിലീസ് വേണം, ഇതിനെ കുറിച്ച് എഴുതാൻ വളരെ എളുപ്പമായിട്ട് കമ്പ്യൂട്ടറിന് ഒരു കോപ്പി തരാൻ പറ്റും. ആ കോപ്പി ആക്യുറേറ്റ് ആയിരിക്കില്ല, ആ കോപ്പിയിൽ തെറ്റുകൾ ഉണ്ടാവും, ആ കോപ്പിയിലെ റെഫറൻസും തെറ്റായിരിക്കും. ഇപ്പൊ റിസർച്ച് പേപ്പേഴ്സ് ചെയ്ത് പല തെറ്റുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. റിസർച്ച് പേപ്പേഴ്സിൽ ഇപ്പോൾ ഐ വോണ്ട് ടു ഡു എ റിസർച്ച് പേപ്പർ ഓൺ AI ഇൻ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജനറേറ്റീവ് AI വണ്ടി സാറ് പറഞ്ഞു അല്ലെ, നമ്മൾ വാട്സാപ്പിൽ കൊടുത്താൽ മതി ഒരു റിസർച്ച് പേപ്പർ കിട്ടും. ആ റിസർച്ച് പേപ്പറിന്റെ അടിയിൽ ഷോ മീ ദ റെഫറൻസസ് എന്ന് പറഞ്ഞാൽ കുറെ റെഫറൻസസും കുറച്ച് www.swanso എന്ന് പറഞ്ഞത് എഴുതിക്കും. ആ റെഫറൻസസ് നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ അത് മിക്കവാറും ഫേക്ക് റെഫറൻസസ് ആയിരിക്കും. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് ഇങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടായിരിക്കാം, അല്ലാതെ അത് കറക്റ്റ് ആവുന്നില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു അടുത്ത വശങ്ങൾ. സോണി കുറച്ച് അതിനെ കുറിച്ചും കവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഈ 2-3 കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ AI കുറിച്ചുള്ള റിസ്കുകൾ. അപ്പൊ ഇത് AI വരുമ്പോൾ ഇതെല്ലാം അത്ര റോസി പിക്ചർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് റിസ്ക് ഉണ്ടോ, അതിനെ കുറിച്ച് മുൻവിധികൾ, ബയസസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഞങ്ങളല്ല, അത് ജനറലി അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ബയസസ് എന്താണ്, ബയസസ് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ ഡിസിഷൻസ് എടുക്കുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ബയസസ് ആ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ, ആ ബയസസ് ആ ഡേറ്റയിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് തെറ്റായി തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരും.
എന്റെ അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് എഴുതിയിരിക്കുന്ന രീതി ഞാൻ 100 പേജിൽ താഴെ മാത്രമാണ് ബുക്ക്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറോ അത് സിസ്റ്റമായിട്ട് പറഞ്ഞ് അതിന് എഴുതി വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന്റെ അൽഗോരിതം ഇൻപുട്ടിനനുസരിച്ച് ഇതാണ് ഇൻപുട്ട് എങ്കിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് വരേണ്ടത്. അത് ബേസിക് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം അങ്ങനെ അതിന്റെ മോഡൽ ഡിഫറെന്റ് ആണ്. എങ്ങനെയാണ് വ്യത്യാസം എന്ന് നോക്കാം, എന്നിട്ട് ഞാൻ എടുത്ത സ്റ്റെപ്പുകളിലേക്ക് കിടക്കാം. ഐ തിങ്ക് ദാറ്റ് വിൽ ബി മോർ. ഒക്കെയാണ് ഇൻപുട്ട് വന്നാൽ ഔട്ട്പുട്ട്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് മെത്തേഡുകൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സിസ്റ്റത്തിലൂടെ കടന്നുപോയി. നമ്മുടെ സിസ്റ്റത്തിനോടാണ് പറയുന്നത് ബ്രിങ് എൻ അൽഗോരിതം ഫോർ us so that intelligence is built by that system. പക്ഷെ അതിന്റെ ഡാറ്റ കൊടുക്കുന്നത് നമ്മളാണ്, ഈ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രവി സാർ പറഞ്ഞ പോലെ ഫൈനലി വി മേക്ക് ഓൾ ഓഫ് ദാറ്റ്. ഞാനത് പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അതിനെ റിലേറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ കുട്ടി, ഒരു 1-2 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ പഠിക്കുന്നത്. അവനൊരു കാറ് കണ്ടാൽ അത് കാറാണെന്നോ ഒരു ജീപ്പ് കണ്ടാൽ ഒരു ജീപ്പാണെന്നോ ഉള്ള വ്യത്യാസം അവൻ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു പ്രായമുണ്ട്. വളരെ ചെറുപ്പത്തിൽ ഒരു കുട്ടി കാണണം, അവന് കാറോ ജീപ്പോ കാണാത്ത ഒരു കുട്ടിയാണെങ്കിൽ അവൻ എന്ത് കണ്ടാലും 4 ചക്രമുള്ള, അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് 4 ചക്രമുള്ള ഇങ്ങനെയുള്ള ഇത്ര വലുപ്പമുള്ള ഒരു സാധനമാണ് കാറ്, ഇതാണ് ജീപ്പ്. നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ പഠിക്കുന്നത് നമ്മുടെ എൻവയറമെന്റിൽ ഇരുന്ന ഡാറ്റ നമ്മൾ പ്രോസസ് ചെയ്തിട്ടാണ്. പലതരം ഡാറ്റ ആ കുട്ടി പ്രോസസ് ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടി തന്നെ പഠിക്കുന്നു. സോ ഹി ലേൺ, അവന്റെ ബ്രെയിനെയും അവന്റെ ന്യൂറോൺസും ബ്രെയിനെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ അതിനെ കൂടുതൽ പറയാം ട്രെയിൻ ദ മോഡൽ എന്നാണ് പറഞ്ഞത്. ഞാൻ അതിനൊരു പാരലൽ കൊണ്ടുവരാണ് ആ മെഷീൻ ലെവലിൽ. അപ്പോൾ ഒരു കുട്ടി നമ്മൾക്കൊരു ചെറിയൊരു വാതിൽപ്പാടിയുടെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാറിന്റെ ഒരു ഭാഗം കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവുന്നത് ഒരു കാറാണോ അല്ലേ. ദാറ്റ്സ് ഇനഫ് ഫോർ us. അത് എത്രമാത്രം ഡാറ്റ കൂടുതൽ കാണുന്നോ അത്രമാത്രം തന്നെ നമ്മൾക്ക് അതിന് ആക്യുറസി കൂടി വരും. ഇപ്പോൾ ഒരു നമ്മൾ ആകെ കണ്ടത് നമ്മുടെ 80കളിലെ ഒരു കുട്ടിയാണെങ്കിൽ അവനെ കുറിച്ച് ഒരു കാർ ചിലപ്പോൾ അംബാസഡർ കാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇന്നത്തെ ഒരു കുട്ടി ചിലപ്പോൾ ഫെറാറി, പോർഷ് എല്ലാം അറിയാം. അവന് കണ്ടാൽ അവൻ പറയുന്നത് പോർഷാണ് അല്ലെങ്കിൽ ഇത് ഫെറാറി ആണെന്ന് പറയാം. പക്ഷെ അന്നത്തെ കുട്ടിക്ക് അത് അറിയില്ല. കാരണം he didn't have enough data to train his intelligence. ഞാനത് പറഞ്ഞതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് is going to work based on the data it can get. ഒരു 200-300 കൊല്ലം മുമ്പ് US-ൽ താമസിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു പർട്ടിക്കുലർലി സദേൺ സൈഡിൽ ഒരു ബ്ലാക്ക് കിഡിനെ കണ്ടാൽ അവന്റെ മനസ്സിലുണ്ടാവുന്നത് ഹീസ് എ സ്ലേവ്. അത് വളരെ ബേസിസ് ആയിട്ടുള്ള ബയസാണ്, ആ കുട്ടിയുടെ ബയസാണ്. അതാണ് അന്നത്തെ എൻവയറമെന്റ്, അന്നത്തെ വ്യവസ്ഥിതി അതാണ്. അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഡാറ്റ അനുസരിച്ച് ബയസസ് ക്യാൻ ഫോം. അപ്പൊ ഞങ്ങൾ ബുക്കിൽ വളരെ ചെറുതായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞാൻ എപ്പോഴും പറയുമ്പോൾ, ഞാൻ AI അറിയുന്ന വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ AI കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും കണ്ടിട്ടുണ്ട് ഡീപ് ഫേക്ക്, അങ്ങനെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. എന്താണ് ശരിയാണ്, അതിൽ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച്, ആ ഡാറ്റ അനുസരിച്ചിട്ട് ഇറ്റ് ക്യാൻ ഗീവ് യു എ ബാഡ് ബയസ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലത്തെ ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര വിവാഹം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ maybe it can bias against the women because that's the data it gets. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ നമ്മുടെ US-ലുള്ള സ്ഥിതി ആയിരിക്കില്ല ഇന്ത്യയിലുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ആഫ്രിക്കൻ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിലുള്ളത്. സോ അതിന് കൊടുക്കുന്ന ഡാറ്റ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ആ ഡാറ്റ കറക്റ്റ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയും ഗാർബേജ് ഔട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു പുതിയ തലമാണത്. നമ്മൾ കൊടുക്കുന്ന സിസ്റ്റം ഈസ് ഗോയിങ് ടു ബ്രിങ് ഇറ്റ്സ് ഓൺ ഇന്റലിജൻസ്. അപ്പോൾ ഈ ബയസ് ക്യാൻ ഗെറ്റ് ഇൻ ടു എക്സ്പോണൻഷ്യലി ഇമ്പാക്ട്ഫുൾ ഇൻ ലേറ്റർ സ്റ്റേജസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റ പിക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ബയസ് സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ പോരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിളായി നമ്മൾ ബിൽഡ് ചെയ്തില്ലെങ്കിൽ ഈ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നത് എടുത്തൊരു 20-30 ഇയേഴ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് വി ഡോണ്ട് നോ. നിങ്ങൾ പലരും അറിയുന്ന പോലെ തന്നെ ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 2 ഭാഗങ്ങളുണ്ട്. വളരെ ജനറൽ ടേം, ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. നാരോ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് വളരെ നന്നായി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഡ്രൈവർലെസ് കാർ, അവന് കാർ ഓടിക്കാനറിയാം. ഇറ്റ് ഹാസ് ഇന്റലിജൻസ് ടു ഡ്രൈവ് ദ കാർ. ബട്ട് ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യനെ പോലെ പെട്ടെന്ന് കാർ ഓടിക്കുന്നതിനിടയ്ക്ക് if you get a call from his house, his kid is needs you, he react to it. It may be different intelligence than driving part. So അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് ഓൾറെഡി ആയിക്കഴിഞ്ഞു, പല ഏരിയകളിലും ആയിക്കഴിഞ്ഞു. നേരത്തെ സഞ്ജയ് ടച്ച് ചെയ്തതുപോലെ മെഡിക്കൽ സയൻസിലെ ഡയഗ്നോസ് ഏരിയയിൽ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർ ഡ്രൈവിംഗ്, ഡ്രൈവർലെസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ക്യാബ് സെൽഫ് ചെക്ക് ഔട്ട് ഇവിടെയും ഉണ്ടെന്ന് തോന്നുന്നു. പല US ആമസോണിന്റെ പലതും ഗോ പ്ലേസസ് ഉണ്ട്. നമുക്ക് വേറെ ഒരു സാധനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പോവാം. സോ ദാറ്റ് നാരോ ഇന്റലിജൻസ് ഈസ് ഓൾറെഡി ദേർ. ബട്ട് ജനറൽ ഇന്റലിജൻസ് വി ഡോണ്ട് നോ വെൻ ഇറ്റ്സ് ഗോണ റിയലി fully functional. It could be 20 years, maybe it's 40 years, but it's coming. 60, we don't know, but it is coming pretty soon. സോ നമ്മൾക്ക് വേണ്ടത് റിസ്ക് കുറയ്ക്കാൻ പറ്റുന്ന ഇതുകൊണ്ട് നമ്മൾക്ക് തന്നെ എത്തിക്കലായിട്ടുള്ള AI സിസ്റ്റംസ് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ രുദ്രയിക്കുന്ന പോലെ ഒരു തലമുറയിൽ ഇപ്പം ഞാൻ ഒരു 50 വയസ്സ് എത്തിയ ആൾക്കാരാണെങ്കിൽ എടുത്ത 10 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ ജോലി പോവുക എന്നുള്ളത് പ്രോബ്ലി നോട്ട് സോ ബാഡ്. ബട്ട് കുട്ടികൾ 18 വയസ്സായ കുട്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 20 ഇയേഴ്സിൽ there can be back to the jobs which they doing. അതെങ്ങനെയൊക്കെ വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പാരൻസ് എന്ന നിലയ്ക്ക് നമ്മൾക്കും അതിലൊരു നോളജ് വേണം. നമ്മൾക്കും അറിയണം എന്താണ് AI എന്നുള്ളത്. വി കനോട്ട് സ്റ്റേ ദാറ്റ് ഔട്ട് ഓഫ് അവർ ടേബിൾ. അതാണ് ഞങ്ങൾ ആദ്യം സഞ്ജയ് സൂചിപ്പിച്ചിരുന്ന നേരത്തെ ആ ഒരു ഡിജിറ്റൽ ഡിവൈഡിനെ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും AI കുറിച്ച് പറയും, പക്ഷേ reality nobody really know what it is and how it works and what are the things they can do for their kids. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ളത്, എങ്ങനെ നമുക്ക് അവരിന്ന് അവബോധം കൊടുക്കാൻ പറ്റും, കുട്ടികൾക്ക് അതിൻ്റെ ഡിറക്ഷൻ കൊടുക്കാം. അത് സഞ്ജയ് പറഞ്ഞ പോലെ ഞങ്ങളും അതാണ് ഞങ്ങളൊരു ഗീവ് ബാക്ക് ടു ദി സൊസൈറ്റി എന്നൊരു മോഡൽ ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാം. അത് മാത്രമല്ല, ഞങ്ങൾ പല വെബിനാറുകളും പല സ്കിൽ ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ടെക്കോസയുടെ ഭാരവാഹികളായ RK രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ടെക്കോസയുടെ സെക്രട്ടറി NI വർഗീസ് സ്വാഗതം പറഞ്ഞു.